അച്ഛാ ആ ക്ലാസ്സിന് പോയച്ചാ ഈ ആഴ്ച വീടോട്ട് കാണത്തില്ല. ആ എക്സാം ഉണ്ട് അടുത്ത ആഴ്ച. ഓ ശരി അച്ഛാ. എന്താടാ? എടാ നിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ പല പെമ്പിള്ളാരോടെ പലയിടത്ത് വെച്ച് കണ്ടല്ലോ. എന്തോ പരിപാടി? അങ്ങനെയാണ് കഴിവുള്ള ആമ്പിള്ളാരൊക്കെ. ഓ ഓ ഓ നമുക്കും കൂടെ ഒന്ന് പറഞ്ഞാടാ ഈ ഐഡിയ ഒക്കെ. ഓ അതൊന്നും ഇപ്പൊ തൽക്കാലം അങ്ങനെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഓ ജാട 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 ഫോണങ്ങ് വെച്ചാട്ടെ. ഭഗവാനെ ഇന്ന് മിന്നിച്ചേക്കണേ. രാവിലെ ഓഫീസ് ടൈമാ. നല്ല ഏതെങ്കിലും ഒരു പെണ്ണ് തന്നെ കയറി പറഞ്ഞു ജീവ അക്സെപ്റ്റ് റൈറ്റ്. മാം റുപ്പിട്ടോ? അതെ അതെ മാം കോഡൊന്ന് പറയാവോ? 14-15. ഓക്കെ മാം കയറിക്കോ. പിടിക്കാവോ? എവിടെ വർക്ക് ചെയ്യുന്നേ? എല്ലാ ദിവസവും ജോലി ഉണ്ടോ? 7 ദിവസം ഉണ്ടോ? ഡയറക്റ്റ് എന്നെ വിളിച്ചാൽ മതി. ആപ്പ് വഴി ബുക്ക് ചെയ്യണമെന്നും ഇല്ലെന്നേ. റൈഡ് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തോടെ കിണിച്ചോണ്ടിരിക്കുന്നത്? അല്ല ജീവ ഞാൻ പിന്നെ വേണ്ട പിന്നെ കയറി നമുക്ക് പോകുന്ന വഴിക്ക് അടിക്കാം. ടച്ച് ചെയ്ത് മാറി. കൊറോണ ഒക്കെ ഉള്ളതാ മാറി. കൊറോണ ഈ കാലത്ത് കൊറോണ വരാൻ സാധ്യത ഉണ്ട്. ഇനി മാറി ടച്ച് ചെയ്യായിരുന്നാ മതി. ബാക്കി പിടിച്ചിരുന്നാൽ മതി. ടെക്നോ പാർക്കിലൊക്കെ സ്ഥിരം വരാറുണ്ടോ? എന്നാ തൊടുന്ന നമ്മൾ വരുമ്പോ ഞാൻ പറയാം. എന്ത് എന്നാ വരണേ? ഞാൻ നാട്ടിൽ പോവാ. ഇന്നൂടെ ഉള്ളു ഇവിടെ എഴുത്ത്. ഈ റൈഡിന്റെ റേറ്റ് ഒന്ന് കുറച്ചുകൂടെ? എടോ 300 രൂപയ്ക്ക് പോകേണ്ട നിങ്ങളെ ഉപരി 300 രൂപയായിരുന്നു. ഇപ്പൊ 20 രൂപയ്ക്കാ പോകുന്നത്. ഇനി ഇത് കുറച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാനാ? എന്തായിരുന്നു ജോലി? മാനേജർ ഹൈ പോസ്റ്റാ. ആ തോന്നി. തൊടാ അങ്ങോട്ട് മാറി ഇരിച്ചിരി. എത്താറായില്ലയോ? ഒരു 5 മിനിറ്റ് കൊണ്ട് റോഡിൽ ഇരുന്ന് ഓടിച്ചാൽ മതിയല്ലോ. എന്നാ മോനെ ഇതിനകത്ത് എന്തെങ്കിലും ലാഭമൊക്കെ ഉണ്ടോ? നിങ്ങളെ പോലുള്ളവർക്കൊക്കെ ലാഭമായി. നമുക്കൊന്നും ലാഭമൊന്നും അതെന്തുവാ ഒരു ലാഭമില്ല. മാറിക്കൊടുക്കും. അതെന്തോ അടങ്ങിയിരിക്കുന്നു. എനിക്കൊരു നഷ്ടാവുന്ന ഓളാ. വെള്ളം കുടിച്ചിട്ട് വെള്ളം എനിക്കൊന്നും വേണ്ട. ചിരി കുടിക്കാന്നേ? വേണ്ട എനിക്ക് വേണ്ട. വെള്ളം ഒന്നും വേണ്ട. പോട്ടെ. ആ ശരി. പേരെങ്ങനെയായിരുന്നു? വായില്ലാക്കൊന്നുമില്ല. അപ്പം പോടും. മാതിരി വല്ലാത്ത റൈഡായി പോയി. ഹെൽമെറ്റ് ഇല്ലാത്തതിന്റെ പിഴ 500. ഷൂ കാലിനെ കൂടെ ഹെൽമെറ്റ് ഒപ്പിച്ചില്ല. ചേട്ടാ എവിടെ എവിടെങ്കിലും ഒരു ചേച്ചിമാര് നിൽക്കുന്നുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല മോനെ. കണ്ടില്ലല്ലോ. ഒരു റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മോനെ. ഞാനും ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പയ്യനാ വരാന്ന് പറഞ്ഞത്. അവനെ നോക്കിയിരിക്കുക. ചേട്ടന്റെ പേരെന്തായിരുന്നു? ഇന്ദു. ഫുൾ നെയിം? ഇന്ദു ചൂടൻ. മോനാന്നോ? അതെ പേരടിച്ചിടുമ്പോ ഫുൾ നെയിം അടിക്കണം. ഇല്ല ഹിന്ദു കുന്തൊന്നും അടിച്ചിടരുത്. മകളെ ഹിന്ദുന്ന് മാത്രമേ അറിയത്തുള്ളൂ. ചൂടൻ ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ല. ഹെൽമെറ്റ് ഒന്നും വേണ്ടാണോ മോനെ? ഓ അല്ല എന്തായാലും പോവാ. അങ്ങോട്ട് വീട് ഞാൻ പറയാം. നിർത്ത് ഇവിടെ നിർത്ത്. കാരം ഒന്ന് അടച്ചിട്ട് വരട്ടെ. 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്തുവാടാ? ഒന്നുമില്ല. വരുക. ആ അമ്മേ ഇൻട്രോ ഇല്ല പുറത്തോട്ട് ഒന്ന് ഇറങ്ങിയതാ. എപ്പൊ കയറി കേട്ടോ. അയ്യോ അവിടെ ബെല്ലടിച്ച്. ആ ശരി അമ്മേ. ഇതൊന്നും പിടിച്ചില്ല. എതൊക്കെ പോയാൽ മതി കേട്ടോ. എടാ തുണി അലക്കാന്. എടാ പൊട്ട നീ അങ്ങോട്ട് നോക്കി. മുടി വെട്ടാൻ വന്നോന്ന്. ഞാൻ ഒന്ന് മുടി വെട്ടിട്ട് വന്നെ. എന്തുണ്ട് സാറിന് എന്തുകൊണ്ട് വിശേഷം? പണിയൊക്കെ ഉണ്ടോ? ആ ചെറുതായിട്ടൊക്കെ. ഓ ഇറങ്ങാ ഞാൻ വരുവാ. സംസാരിക്കാളെ കൂട്ടുകാരാന്നേ. പിന്നെ എന്തുണ്ട്? ഓ ഇങ്ങനെയൊക്കെ പോകുന്നു. ഒരു മുട്ടിയൊക്കെ ചൂട് എപ്പോഴും ഒന്നുമില്ല. ചിലപ്പോഴൊക്കെ ഉള്ളു ചൂട്. ഇന്നലെ വൈകിട്ട് അവിടെ ഭയങ്കര മഴയായിരുന്നു. ഇവിടെ ഒന്ന് ചാറി. എന്താ സംസാരിക്കുന്നുണ്ടില്ലേ? എന്തുവാടാ കലിപ്പിച്ച് നോക്കുന്നേ? അരമണിക്കൂറല്ലേ നിർത്തിയുള്ളൂ. അവിടെ വണ്ടി എടു. കേറണേ. ഇനി എവിടെ നിർത്തണോ? ഒരു 3 സ്ഥലവും കൂടെ ഉണ്ട്. അങ്ങോട്ട് പോലെ ഇവിടെ നിർത്ത്. അയ്യോ എത്ര ആയടാ മോനെ? 30 രൂപ. എന്തുവാടോ ഇത്ര പുച്ഛം? 30 രൂപ ഉണ്ട്. നമ്മള് കുറച്ചിട്ടൊന്നുമില്ല. നിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. 1000 രൂപ. മക്കളെ നീ എന്നെ കൊണ്ട് കുറെ കഷ്ടപ്പെട്ടായിട്ടില്ലയോ? കുറെ വെയിലും കൊണ്ട് ഞാൻ കുറെ വെയിറ്റ് ചെയ്യിപ്പിച്ച്. എന്തായാലും ഇതിരിക്കട്ടെ. പെൻഷന്റെ വൈദ കിട്ടിയായിരുന്നു അതിനിടയ്ക്ക്. അതാ നീ പൊക്ക മക്കളെ. ഒത്തിരി വെയിലൊന്നും കൊള്ളണ്ട കേട്ടോ. ഇന്ന തോട്ടം ഇതൊക്കെ മതി കേട്ടോ. ഓ വീട്ടിൽ ചെല്ല്.
ഓ ആ ഇതൊക്കെ പോണേ ഈ ചട്ടിയും കൂടെ കൊണ്ടുപോയ അല്ലാ ശരി എന്നാ പോട്ടറാ പിള്ളാര് റൈഡ് ക്യാൻസലോ? ഇതിപ്പോ 10ാമത്തെ ഓട്ടമാണല്ലോ. ചേട്ടാണോ ബുക്ക് ചെയ്തേ? എന്താ ബുക്ക് ചെയ്ത? എന്താ ബുക്ക് ചെയ്യാനാ? റൈഡ് റുപ്പിടോല് റൈഡ്. അതൊന്നല്ല. ചേട്ടനെന്താ ജോലി? എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കാ. ചേട്ടാ ടാക്സി പോവാട്ടാ? ഇല്ല പോത്തില്ല. ടാക്സിക്കാരനാണല്ലേ? എന്തിനാ ഏട്ടാ ഇങ്ങനെ റൈഡ് ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യുന്നത്? ഞങ്ങൾ എന്തിനേലും വന്നോ? നീയൊക്കെ ഇവിടെ ഒരു ടാക്സി അടക്കാതെ പെർമിറ്റ് എടുക്കാതെ വണ്ടി ഓടുന്നത്. ഇതെല്ലാം അടച്ചിട്ടാ. ഞങ്ങൾ ഓട്ടം പോലും ഇല്ല. ഇപ്പൊ 10-300 രൂപയ്ക്ക് ഓടുന്ന ഓട്ടം ഉണ്ടല്ലോ, നീക്ക് വെറും 30 രൂപയ്ക്കാണ് ഓടുന്നത്. എന്റെ പൊന്നേട്ടാ, റെയിൽവേ സ്റ്റേഷനിൽ ജസ്റ്റ് 1 കിലോമീറ്റർ പോകാൻ വേണ്ടി 300 രൂപ. രാത്രിയിൽ 3-4 ഇരട്ടി പൈസ മേടിക്കുന്നു എമർജൻസി എന്ന പേര്. അതൊക്കെ കൊള്ള ലാഭമല്ലേ? അങ്ങനെ എടുക്കുന്ന പലരും ഉണ്ട് ചേട്ടാ. നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള റൈഡ്. പണക്കാരിങ്ങനെ വണ്ടി കയറിക്കോട്ടെ, എല്ലാരും കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത് കേട്ടാ. മേലെ ഈ സ്റ്റാൻഡിൽ നിന്ന് വന്ന ആളെ നീ അങ്ങനെ എടുത്താൽ എന്റെ വണ്ടിയും കത്തിക്കും, നിന്നെയും കത്തിക്കും. പറയുന്ന സമയം ചേട്ടാ, ഇപ്പൊ 2 ഓട്ടം പോയിട്ട് വരാൻ. എന്താ പോന്നെ? ഞാനാ ബുക്ക് ചെയ്തേ റൂപ്പിഡോ. ഇതെന്താ സ്കൂൾ ബസ്സോ? സ്കൂൾ ബസ്സിലാണെങ്കിലേ മാസം 10-3000 രൂപ മാസം ഞാൻ കൊടുക്കണം. ഇതാകുമ്പോ 10-300 രൂപയ്ക്ക് കാര്യം കഴിയൂ. ഞാനേ റൂപ്പിഡോ ബുക്ക് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചേ വല്ല ഡ്യൂക്കോ ബുള്ളറ്റോ RCO വല്ല ആയിരിക്കും വരുന്നത്. ഇത് ചുമ്മാ ആക്റ്റീവ. എന്നെ സ്കൂളിൽ 100 മിനിറ്റ് മുന്നേ ഇറക്കിയാൽ മതി, ഞാൻ നടന്നങ്ങ് പൊക്കോളാം കേട്ടോ. നാണക്കേടാ പിള്ളേരൊക്കെ കണ്ടി. ഇതെന്ത് ഓക്കെ ഇവിടെ തന്നെ ആർക്കാടാ എന്നെ അടിക്കണ്ടേ? വാടാ, ഞാൻ പറഞ്ഞില്ലോടാ ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചോണ്ട് ഇപ്പൊ വരുന്നു. അണ്ണാ ഇറങ്ങണ്ണ, ടൂൾസ് ഇട്. ഡിക്കി പറ എണ്ണീര്, ഡിക്കി പറ, ടൂൾസ് ഇടോ. അവനെ ഇന്ന് പൂശണം. അവന് പാടാ. നീ എന്നെ ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞു. പാടാ, വാ നീ വാ. അണ്ണാ പൂശേരണ്ണ അണ്ണാ. പിന്നാട്ടെ അണ്ണനിപ്പൊ വെള്ളം കുടിക്കാൻ പൊട്ടി. പോരാ. താങ്ക്സ് ചേട്ടാ. എത്ര ആയിരുന്നു? 250. ശരിയാ, താങ്ക് യു. കാണാം. എത്രാമത്തെ പീരീഡാ? ലാസ്റ്റ് പീരീഡ് ആയിരിക്കും അല്ലേ? പക്ഷെ അത് നിന്നെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ കോളേജ് വിടുന്നതെന്നറിയോ? ക്ലാസ്സിൽ കയറാതെ 30 രൂപ ഓടിച്ച് നടക്കും. നിന്നെ ഒരു ടീച്ചറാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. അപ്പം നേരിട്ട് കണ്ടപ്പോൾ ബോധ്യമായി. ഇതിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടൂടാ? നിനക്ക് എന്റെ പൊന്നു ചേട്ടാ, ടീച്ചറായി കഴിഞ്ഞാൽ 10-30,000 രൂപ ഇടുന്നത്. ചെറുക്കനെ 60,000 രൂപ ഉണ്ടാക്കുന്നത്. ഓനെങ്ങോട്ടാ? ഞാൻ ഇന്ന് സൗത്ത് വെച്ചിട്ട് ഞാൻ നോർത്തിലോട്ട് പോവാ. പോയിട്ടാണ്. ഓക്കെ ശരി.